ജന്മാദ്യസ്യേതോന്യയാതിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഖ്യന്തയത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്രത്തിതർഗോമുഷാ ദാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദിശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സന്ദർഭം: മൈത്രേയ മഹർഷിയോട് വിദുരൻ ഭഗവത് തത്വങ്ങളെക്കുറിച്ച്, സൃഷ്ടിയാദി ലീലകളെക്കുറിച്ച് ചോദിക്കുന്നു. അതിന് മൈത്രേയ മഹർഷി മറുപടി പറയാൻ തുടങ്ങുകയാണ്. സാധു പൃഷ്ടം തയാ സാധോ, അങ്ങ് സജ്ജനമാണ്, സംശയമില്ല. വ്യാസപുത്രനാണ് വിദുരൻ. പിന്നെ സദ്വാസനകളില്ലാതിരിക്കുമോ വ്യാസപുത്രന്? അച്ഛൻ്റെ ഗുണത്തിനനുസരിച്ചാണല്ലോ മക്കൾക്ക് ഗുണം ഉണ്ടാവുക, അല്ലേ എന്നാണ് പറയുക. അമ്മയ്ക്ക് ഇല്ല എന്നതിന് അർത്ഥമൊന്നുമില്ല കേട്ടോ. സാധു രണ്ടും ബാധിക്കും. ഇപ്പം ഇവിടെ വ്യാസപുത്രനാണെന്ന് പറഞ്ഞു എന്ന് മാത്രം. ലോകാൻ സാധു അനുഗൃഹത കീർത്തിം വിധന്വത ലോകേ ആത്മനോ ദോക്ഷജാത്മന. വിശേഷമായിട്ട് കീർത്തിയെ ലോകത്തിൽ വിസ്തരിക്കുന്ന അങ്ങയാൽ ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചു. ലോകത്തിൽ എത്രയോ വിഷയങ്ങൾ സൂര്യന് താഴെയുള്ളത് നമ്മൾ സംസാരിക്കണു. പക്ഷേ ആത്മതത്വത്തെക്കുറിച്ച് എത്ര ആൾ സംസാരിക്കാറുണ്ട്? വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വണ്ടി പോകുമ്പോഴാണെങ്കിലും ജോലി കഴിഞ്ഞ ജോലി സമയത്ത് പോട്ടെ, ഏതാരും ചർച്ച ചെയ്യാൻ പറ്റുന്ന സമയമല്ല. ഫ്രീ ടൈം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്, ഇല്ലേ? ഏതെങ്കിലും സമയത്ത് കുറച്ച് ആത്മചിന്തയെക്കുറിച്ചുള്ള സംസാരം നമുക്കുണ്ടോ? ഒന്ന് നോക്കുക. ഇപ്പോൾ 24 മണിക്കൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചാനലുകൾ കണ്ടുവരുന്നു. നമ്മൾ ഏതിലെങ്കിലും ആത്മീയ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. വളരെ കുറച്ച് മാത്രം ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്ന് കണ്ടപ്പോഴാണ് അതുതന്നെ ചെയ്തത്. അവർക്ക് വേണമെന്നൊന്നുമില്ല. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങുകൊണ്ട് അവർ നീങ്ങണമെന്നല്ലാണ്ട് അതിലേശം അയക്കളയാമെന്ന് എന്തുകൊണ്ടൊരു ചാനലിന് വിചാരിച്ചുകൂടെ? ഭാവി തലമുറ എന്നുള്ളവർക്കും അറിയാത്ത കാര്യങ്ങൾ അറിയാൻ ഇടക്കാലത്ത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും ഇല്ലാണ്ടായി. അതിലൊന്നും ആർക്കും തന്നെ താല്പര്യമില്ല എന്നർത്ഥം. ലോകത്തിൻ്റെ പൊതുവെയുള്ള ഒരു അവസ്ഥയാണത്. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ നമുക്ക് ഊണ് കഴിക്കണ വരെ അല്ലാതെ സപ്താഹത്തിന് ആളുണ്ടോ? അപ്പോഴേക്ക് തന്നെ മടുത്തു. എങ്ങനെയൊക്കെയോ ഇരിക്കുകയാണ്, ഊണ് കഴിക്കണ സമയം ആവണ്ടേ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ പോലെ. ഇത് കേൾക്കണമെന്നോ ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെന്നോ ഇതിൻ്റെ പ്രയോജനം എന്താണ് നോക്കിയിട്ട് ഉൾക്കൊള്ളണമെന്നോ ആർക്കും സ്വതവേ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഭഗവാനൻ മനുഷ്യന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ഈ ചോദ്യം വളരെ നന്നായി. ഈ പറയണ നെയ്ത ചിത്രം തൊയ് ക്ഷത്തർ ബാധരായണ വീര്യജേ ഗൃഹീതോ അനന്യഭാവേന യത്വയാ ഹരിരീശ്വര ക്ഷത്ത എന്ന് വിളിക്കുകയാണ് വിദുര. ബാധരായണ വീര്യജ്, വ്യാസന്റെ പുത്രനായ, വ്യാസവീര്യത്തിൽ നിന്ന് ജനിച്ച വ്യാസപുത്രനാണല്ലോ വിദുരൻ. വ്യാസപുത്രന്മാർ ആണ് അംബ തപസ്സിന് പോയി എന്നാണ്. അംബിക അംബാലിയിലും ദുര്യോധനനും പാണ്ഡവും ഉണ്ടായിട്ട് പിന്നെ ഉണ്ടായതാണ് ദാസിയിൽ വിദുരൻ. ഒക്കെ വ്യാസപുത്രന്മാരാണ്. ഏതജ്ഞ ചിത്രം, അത്ഭുതമില്ല. വ്യാസനെയും യോഗ്യതയും വെച്ച് നോക്കുമ്പോൾ അങ്ങയുടെ ഈ ചോദ്യത്തിലോ ഈ പ്രവൃത്തിയിലോ അത്ഭുതപ്പെടാനില്ല. അനന്യഭാവേന ത്വയാ ഈശ്വരോ ഹരി ഗൃഹീത. ഈശ്വരനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് ശരിക്കും. ഗൃഹീത, പിടിക്കുക. അച്ഛൻ്റെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ചാണ് അങ്ങേക്ക് ഇതുണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്ഭുതമില്ല. നൈത ചിത്രം, അത്ഭുതമില്ല. നൈജ ചിത്രം ത്വയി ക്ഷത്തർ ബാധരായണ വീര്യജേ ഗൃഹീതോ അനന്യഭാവേന.
യാതൊന്നും വേറെ ചിന്തിക്കാതെ ഹരി തന്നെ മനസ്സ് വയ്ക്കുക വലിയൊരു കാര്യമാണ്. അങ്ങനെ ആയി തീർന്നാൽ നമ്മുടെ കർമ്മങ്ങൾ പിന്നെ നടന്നോളും എന്നാണ്. ഇതെന്തൊരു ഇതാണത്, അങ്ങനെ നടക്കുമോ? അങ്ങനെ നമുക്കിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ സത്യം. സഹിക്കില്ല. അപ്പോഴേക്കും മനസ്സ് ഒരുപാട് കാര്യങ്ങളിൽ വ്യാപരിക്കും. അവർക്ക് ഇങ്ങനെ ഈശ്വരൻ്റെതായ അത്ര വേഗം ഉണ്ടാവില്ല എന്നാണ്. ഇപ്പം കുചേലൻ യാതൊരു കാര്യവും ചിന്തിക്കാതെ ജീവിച്ചു. തൻ്റെ കുടുംബം നോക്കിയില്ല, സമ്പാദിച്ചില്ല. ഇതൊക്കെ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നിരുത്തരവാദമല്ലേ എന്ന് ചിലർ ചോദിക്കും. നിരുത്തരവാദപരമായിട്ട് മറ്റൊരാൾക്ക് അതുപോലെ ഇരിക്കാൻ പറ്റുമോ? ഒന്ന് നോക്കുക. കുചേലൻ ഇരുന്ന പോലെ നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുമോ? ഒരു മണിക്കൂർ നേരം ഇരിക്കാൻ പറ്റുമോ? മറ്റ് ചിന്തകൾ മനസ്സിൽ കളഞ്ഞിട്ട്. അടുത്ത ചോദ്യം, എന്നിട്ട് എന്തേ ഉണ്ടായേ? കഥ അവസാനം അറിയാമല്ലോ എല്ലാവർക്കും. അവസാനം നോക്കണം. കുടിലിൽ വെക്കാൻ അരിയില്ലാണ്ട് ഉടുക്കാനില്ലാത്ത കുചേലൻ പിന്നെ ആരായി? അത് കഥയായിരിക്കാം. കഥയിലൊക്കെ ഭാവനകളുണ്ടാവും, പുരാണങ്ങളിലൊക്കെ ഭാവനകളുണ്ടാവും. അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുക. അത് അങ്ങനെ ചോദിക്കാനല്ല, അത് ചോദിക്കാനേ അല്ല. അത് ഭാവന വെച്ചിട്ട് ഇഷ്ടം പോലെ ഇതിനെ പൊടുപ്പും തൊങ്ങലും ചേർക്കും. അതൊക്കെ മുഴുവൻ പ്രായോഗികമാണോ എന്നതല്ല വിഷയം. അല്ല. അതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്നതാണ് പ്രാധാന്യം. കുചേലന് എന്തുണ്ടായി? ഭഗവാൻ ഏറ്റെടുത്തിട്ട് നന്നാക്കി. എന്തേ പറഞ്ഞത്? ഗൃഹീതോ അനന്യഭാവേന യത്വയാ ഹരിരീശ്വര. മറ്റൊരു ഭാവം മനസ്സിൽ വയ്ക്കാതെ ഈശ്വരനിൽ നമ്മൾ മനസ്സുറപ്പിച്ചാൽ നമ്മുടെ കാര്യം ഈശ്വരൻ നോക്കിക്കോളും. ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് ഈശ്വരനിൽ വന്നിട്ടില്ല. അത്രേ അർത്ഥമുള്ളൂ അതിന്. എന്ന് പറയണം, മാണ്ഡവ്യശാപാത് ഭഗവാൻ പ്രജാ സംയമനോയമ പ്രാതുക്ഷേത്രേ ഭുജിച്ഛായഞ്ജാത സത്യവതീ സുധാത്. മാണ്ഡവ്യൻ എന്ന മഹർഷിയുടെ ശാപം കൊണ്ടാണത്രേ യമൻ വിതുരനായി വന്നത്. യമനെ ശപിക്കാൻ ആളുണ്ടോ ലോകത്തിൽ? മഹർഷിമാർക്ക് കഴിയും. എന്താ കാരണം? പണ്ട് ഈ മാണ്ഡവ്യ മഹർഷി യമലോകത്ത് പോയപ്പോൾ ശൂലത്തിൽ തറച്ച് യമൻ ശിക്ഷിച്ചു. മാണ്ഡവ്യ മഹർഷി നമ്മളെപ്പോലെയല്ല. അവർക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും യമനോട്. അങ്ങ് എന്തിനാണ് എന്നെ ഈ ശിക്ഷ നൽകുന്നത് എന്ന് ചോദിച്ചു യമനോടേ. അപ്പം യമൻ പറഞ്ഞു, കുട്ടിക്കാലത്ത് കമ്പും ഈർക്കലയും ഒക്കെ ജീവികളുടെ ശരീരത്തിൽ തറച്ച് അവയെ വേദന അനുഭവിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വേദന അങ്ങേക്ക് അനുഭവിച്ചേ പറ്റൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. നമ്മൾ ഏത് കർമ്മം നല്ലത് ചെയ്താൽ നല്ലതും ഉണ്ടാവും, ചീത്ത ചെയ്താലോ ചീത്തയുണ്ടാവും. അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് ഈ ശിക്ഷ നൽകുന്നത്. അപ്പം മാണ്ഡവ്യൻ പറഞ്ഞു, ഈ കുട്ടിക്കാലത്ത് ചെയ്ത തെറ്റുകൾ ശരിക്ക് ശിക്ഷാർഹമല്ല. മൈനർ കനോട്ട് ബി പണിഷ്ഡ് എന്നൊരു ക്ലോസ് ഇപ്പോഴും ഉണ്ടത്രേ IPC-യിൽ. മൈനറെ പണിഷ് ചെയ്യാൻ പാടില്ല എന്നാണ്. 18 വയസ്സ് തികയുന്നത് വരെ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം അച്ഛനമ്മമാർക്കാണ്. അപ്പോൾ ആ തെറ്റിൽ നിന്ന് കുട്ടിയെ തടയേണ്ടത് അച്ഛനമ്മമാരായതുകൊണ്ട് അച്ഛനമ്മമാർക്കാണ് അതിൻ്റെ ശിക്ഷ ശരിക്ക് കിട്ടുക ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ചെയ്ത തെറ്റിന് എന്തിനാണ് അങ്ങ് എന്നെ ശിക്ഷിക്കുന്നത്? അതുകൊണ്ട് യമൻ വിട്ടുകൊടുത്തില്ല. അതൊന്നും എനിക്കറിയില്ല, കുട്ടിക്കാലാണോ ശരിയല്ലാത്ത കാലമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ച കോഡിൽ ഇത്രേ പറയുന്നുള്ളൂ, ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കണം. അതുകൊണ്ട് അങ്ങ് അനുഭവിക്കില്ലാണ്ട് തൽക്കാലം ഇപ്പോൾ വഴിയൊന്നുമില്ല എന്ന് യമൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അപ്പം മാണ്ഡവ്യന് ദേഷ്യം വന്നു. എന്നാൽ അടുത്ത ജന്മം അങ്ങ് മനുഷ്യനായിട്ടൊന്ന് ജനിക്കുക. ഒരു മനുഷ്യന് തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ എത്രമാത്രം വിഷമമുണ്ട് എന്ന് അനുഭവിച്ച് മനസ്സിലാക്കണം.
അതിനുവേണ്ടി ഞാൻ അങ്ങയെ ശപിക്കണമെന്ന് മാണ്ഡവ്യശാപാത് ഭഗവാൻ പ്രജാസംയമനോ യമ, പ്രജകളെ ശിക്ഷിക്കുന്ന യമൻ, ഭ്രാതുക്ഷേത്രേ ഭുജിഷ്യായാം ജാത സത്യവതീ സുതാത്, സത്യവതിയുടെ പുത്രനായിട്ട് വ്യാസനിൽ ജനിച്ച ആളാണ്. അപ്പോൾ ധർമ്മബോധം അങ്ങേക്ക് ഇല്ലാതിരിക്കാൻ ഒരു നിലയ്ക്കും വഴിയില്ല. ഈശ്വരൻ മനുഷ്യനായിട്ട് ജനിച്ചാൽ, ഏതോ ഒരു പാട്ടിൽ തന്നെ പറയുന്ന സിനിമ പാട്ടാണ് തോന്നുന്നുണ്ട്, ദൈവം പറയും മനുഷ്യ നീയാണ് ദൈവം. അത്രയ്ക്ക് അങ്ങോട്ട് പോകണ്ട, അതെന്തൊക്കെയോ പാട്ടായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ദൈവം മനുഷ്യനോട് നീയാണ് ദൈവം എന്ന് പറയുമോ? ആ ഒരു സന്ദർഭത്തിൽ അതെന്തോ അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. ആ കഥാപാത്രം പറയുന്നതായിട്ടാണല്ലോ പാട്ട് വരിക. പക്ഷെ അതിൽ ലേശൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു മനുഷ്യനായ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ വളരെ പ്രയാസമാണ്. ആവശ്യങ്ങൾ, സാഹചര്യങ്ങൾ, പ്രലോഭനങ്ങൾ, ഭീഷണികൾ, ഇങ്ങനെ പലതും അവനെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്ത് വേണ്ടി വരും? നിലനിൽപ്പിന് അവന് ചില തെറ്റ് ചെയ്യേണ്ടി വരും. അതിന് ദൈവത്തിനോട് മേക്കെട്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല. ദൈവമേ നീ പറയും നീയാണ് ദൈവം എന്ന് അതൊന്നുമില്ല. എന്താ കാരണം? ശ്രീരാമനായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഭഗവാൻ. പറയാൻ പറ്റുമോ? രാമായണം വായിക്കാത്ത ആൾ ആ പാട്ട് എഴുതിയത് തോന്നുന്നുണ്ട്. എനിക്ക് പറയാച്ചാൽ മനുഷ്യനായിട്ട് തന്നെയല്ലേ ജനിച്ചത്. എന്നിട്ട് എല്ലാവിധ പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ആപൽഘട്ടങ്ങളെയും തരണം ചെയ്ത് തനിക്ക് കിട്ടിയതായിട്ടുള്ള രാജ്യം പോലും എത്ര കഷ്ടപ്പെട്ടു. അപ്പം അത് ഉണ്ട്. എങ്കിലും ഒരു മനുഷ്യന് സാധാരണ നിലയ്ക്ക് വളരെ പ്രയാസമാണ് അധർമ്മത്തിലേക്ക് വീഴാതെ ജീവിതം കൊണ്ടുപോവുക എന്നത്. അത് വിതുരനെ പോലെ ഉള്ളവർക്ക്, അപൂർവം ചിലർക്ക്, ശ്രീരാമചന്ദ്രനെ വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ളവർക്കൊക്കെ അത് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ധർമ്മം നോക്കിയാൽ വേറൊരു അധർമ്മം ഉണ്ടാവും. ഒരു ധർമ്മത്തിൻ്റെ ഭാഗം കൊണ്ട് ശരിയാവും, പക്ഷെ അതിൽ വേറൊരു ഭാഗം അപ്പം നോക്കുമ്പോൾ അധർമ്മം. ഒരിക്കലും ധർമ്മമാർഗം അങ്ങോട്ട് പൂർണ്ണമാവില്ല എന്നാണ്. അതതേ ഭഗവത് ലീല യോഗമായോപബൃംഹിത വിശ്വസ്ഥിത്ഭവാന്താർത്ഥ വർണ്ണയാം മെനുപൂർവശ. അതുകൊണ്ട് മനുഷ്യന് എന്താ വേണ്ടത്? ഈശ്വരകഥ കേൾക്കുക, ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുക. ചിലപ്പോൾ ഇല്ലാത്ത കഥകളാവാം, ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാവാം, ഒന്നും നോക്കണ്ട. ആരെ പറ്റിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. കഥാകാരൻ്റെ ഭാവനയ്ക്ക് എപ്പോഴും സ്ഥാനമുണ്ട്. അതെന്തിനാണ് നോക്കണം? മനുഷ്യനെ നന്നാക്കാൻ, അത്രയും നോക്കണ്ടു. പക്ഷേ നന്നാക്കാനുണ്ടോ ഭാവനയഞ്ച് ഭാവന. അപ്പം അത്തരം കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ കുറേ തത്വങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും മനുഷ്യൻ നന്നാവാനും സാധിക്കും. അതതേ ഭഗവത് ലീല യോഗമായോപബൃംഹിത. യോഗമായാൽ മൂടിയ അല്ലെങ്കിൽ മൂടപ്പെട്ട, യോഗമായാൽ നിറഞ്ഞ, ധാരാളമുള്ള ഭഗവത് ലീല ഞാൻ അങ്ങയോട് പറഞ്ഞു തരാം. എന്താണ് ഭഗവത് ലീല? വിശ്വസ്ഥിതിഭവന്താർത്ഥ, ലോകത്തിൻ്റെ ഉത്പത്തി, ലയം, നാശം. ഉത്പത്തി, ലയം, സ്ഥിതി. ഉത്പത്തി, ലയോ, സ്ഥിതി. ലയം എന്ന് പറഞ്ഞാൽ നാശമാണ്. ഉത്പത്തി, സ്ഥിതി, ലയം അല്ലെങ്കിൽ നാശം, രണ്ടും ഒന്ന് തന്നെ. ഞാൻ അങ്ങയോട് വർണ്ണിക്കാം എങ്ങനെ ഭഗവാൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കി. ഇവിടുന്ന് അങ്ങട് സൃഷ്ടിയാദി ലീലകളിലേക്കാണ് കടക്കുന്നത്. ഭഗവാനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ എങ്ങനെ ലോകത്തെ സൃഷ്ടിച്ചു, എങ്ങനെ രക്ഷിക്കുന്നു, എങ്ങനെ സംഭരിക്കും, തന്നെയാണ് ഭഗവാന്റെ ലീല. ശരിക്ക് വേറൊന്നുമില്ല. ശരിക്കിയിട്ട് അങ്ങോട്ട് പറയാം. സബ്ജക്റ്റ് ഇല്ലേ, അപ്ലിക്കേഷനൊക്കെ എഴുതുമ്പോൾ മെമ്മറാണ്ടൊക്കെ കൊടുക്കുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളമുണ്ട്. ഒരു വരിയിൽ അതിൽ പറയാൻ പോണതിനെ പറിച്ച് പറയും. പിന്നെ വിസ്തരിക്കുകയാണല്ലോ എന്തൊക്കെ ആവശ്യങ്ങൾ. സബ്ജക്റ്റ് ഇന്ന കാര്യത്തെ സംബന്ധിച്ച്. പിന്നെ ആ കാര്യത്തിനെ പറ്റി എന്ന പോലെ പറയാന്ന് വെച്ചാൽ ഭാഗവതത്തിൻ്റെ ആ ഒരു സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വരിയിൽ ഒതുക്കണമെങ്കിൽ ലോകത്തിൽ ഭഗവാന്റെ സൃഷ്ടിയാദി ലീലകൾ എന്ന് പറയാം. അങ്ങനെ പറയാം. അതിനെ വിവരിക്കുകയാണ് വിവിധ കഥകളിൽ കൂടിയിട്ട്.
നക്ഷലായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ആത്മേച്ഛാനുഗതാമാത്മാ നാനാമത്യുപലക്ഷണ. അനാനാം അത്യുപലക്ഷണ എന്ന് പറഞ്ഞാൽ നാനാത്വ ബുദ്ധി നിമിത്തം കാണപ്പെടാത്തവനായ ആത്മാവ്. ആത്മാവിനെ കാണാനോ തൊട്ടറിയാനോ രുചിച്ചറിയാനോ ഒന്നും പറ്റില്ല. അനുഭവം കൊണ്ട്, അനുമാനം കൊണ്ട്, പ്രത്യക്ഷം കൊണ്ട് അതിനെ ഉണ്ട് എന്ന് അനുഭവ രീതിയിൽ അറിയാനേ പറ്റൂ. അല്ലാണ്ട് അതിനെ തൊട്ടറിയാനോ കണ്ടറിയാനോ സാധ്യമല്ല. ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ തെളിവില്ല എന്ന് തന്നെയാണ് ഉത്തരം. തെളിവ് കൊടുത്തിട്ട് ഈശ്വരന് വിശ്വാസം ഉണ്ടാക്കാൻ സാധ്യമല്ല. കാരണം വിശ്വാസം കൊണ്ട് ആ തെളിവിലേക്ക് എത്തുകയാണ് ചെയ്യണത്. പിന്നെ എങ്ങനെ തെളിവ് കൊടുത്തിട്ട് വിശ്വസിപ്പിക്കുക? സാധ്യമല്ല. നമ്മൾ പറയുന്ന തെളിവുകളൊന്നും ഈ കേൾക്കുന്ന ആൾക്ക് തെളിവുകളായിട്ട് തോന്നില്ല, ഓണിക്കൊള്ളൊന്നുമില്ല. നമ്മുടെ വിശ്വാസം നമുക്ക് അതെങ്ങനെ മറ്റൊരാൾക്ക് ബോധ്യപ്പെട്ടോളണമെന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. അവിടെ ഈശ്വരന് തെളിവില്ല. വിശ്വസിച്ചിട്ട് തെളിവ് കണ്ടെത്താനേ പറ്റൂ, തെളിഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നാണ് ഈ ആത്മീയം. നമ്മുടെ അനുഭവമാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. ആത്മേച്ഛാനുഗതോ എന്ന് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് കാണാൻ സാധ്യമല്ല, പ്രത്യക്ഷമായിട്ട് കാണാൻ സാധ്യമല്ല. അനാനാം മത്യുപലക്ഷണ. ആത്മേച്ഛാനുഗതാത്മാ അനാനാം മത്യുപലക്ഷണ. ഗതാവാത്മാ നാനാമത്യുപലക്ഷണ എന്നല്ല, നാനാ എന്നല്ല, അനാനാമത്യുപലക്ഷണ. അ ചകാരം ചേർക്കണം അവിടെ. ആണ് ഈ സംസ്കൃതം പദം മുറിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ആത്മേച്ഛാനുഗതാവാത്മാ അനാനാം മത്യുപലക്ഷണ. അതാണ് അവിടെ ദീർഘം. അനാനാം മത്യുപലക്ഷണ. അനാനാമത്യുപലക്ഷണ എന്ന് പറഞ്ഞാൽ നാനാത്വ ബുദ്ധി നിമിത്തം കാണപ്പെടാത്തതായ നാനാമത്യുപലക്ഷണ. നാനാ എന്ന് പറഞ്ഞാൽ ഭേദബുദ്ധി, പലത്, ഇതൊക്കെ അർത്ഥം. അനാന എന്ന് പറഞ്ഞാലോ അങ്ങനെ അല്ലാത്തത്. മനസ്സിലായല്ലോ? അപ്പം നാനാത്വ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? നാനാത്വ ബുദ്ധി ഏകത്വം അല്ലാത്ത ബുദ്ധിക്കാണ് നമ്മൾ നാനാബുദ്ധി, നാനാത്വ ബുദ്ധി എന്ന് പറയണത്. ഇവിടെ അതിൻ്റെ വിപരീതമാണ് അനാനാമത്യുപലക്ഷണ. നാനാമത്യുപലക്ഷണ, നാനാത്വ ബുദ്ധി ഇല്ലാത്തത് എന്നർത്ഥം. നാനാമത്തി ഉപലക്ഷണ, നാനാബുദ്ധി കൊണ്ട് കാണാൻ സാധിക്കാത്തതും. നാനാമത്യുപലക്ഷണ, ബുദ്ധി കൊണ്ട് കാണാൻ സാധിക്കുന്നതും. ആ കൂട്ടിയെ കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ സാധ്യല്ല. നാനാത്വ ബുദ്ധി കൊണ്ട് ഉപലക്ഷണ, കാണാൻ സാധിക്കാത്തത്. അപ്പം നാനാബുദ്ധി അല്ലാത്ത ബുദ്ധി ഏകത്വ ബുദ്ധി കൊണ്ട് കാണാൻ സാധിക്കുന്നവൻ. ഇവിടെ ഉപലക്ഷണ എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കുന്നവൻ. ഏതുകൊണ്ട് കാണാൻ സാധിക്കും? നാനാത്വ ബുദ്ധിയുടെ വിപരീതം കൊണ്ട് കാണാൻ പറ്റും. ഉളച്ചു കെട്ടാണ്, അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് നാനാത്വ ബുദ്ധി ഇല്ലാത്ത ബുദ്ധിക്കാണ് അനാനാമതി എന്ന് പറയാം. മതി പറഞ്ഞ ബുദ്ധി. അനാനാമതി എന്ന് പറഞ്ഞാലോ നാനാത്വ ബുദ്ധി അല്ലാത്ത ബുദ്ധി. നാനാമതി എന്ന് പറഞ്ഞാലോ ബഹുത്വം ഉള്ള ബുദ്ധിക്കാണ് നാനാമതി എന്ന് പറയുക. അനാനാമതി എന്ന് പറഞ്ഞാലോ ഏകത്വത്തിലുള്ള ബുദ്ധി, നാനാത്വമില്ലാത്ത ബുദ്ധി. അത് ഏകത്വ ബുദ്ധിയുള്ളവർക്ക് കാണാൻ കഴിയുന്നവനാണ് ഭഗവാൻ. ചുരുക്കം അതിനെ പത്ര വളച്ചു കിട്ടിയത്. സവാ ഏഷത്തതാ ദൃഷ്ടാനാവശ്യദൃശ്യമേഖരാട് മേനേ സ്വന്തമിവ ആത്മാനം സുപ്തശക്തിരസുപ്തദൃക്ക്. ഏകനായി പ്രകാശിക്കുന്ന
ലയിച്ചിരിക്കുന്ന ശക്തിയോടുകൂടിയ രണ്ട് വിശേഷണമാണ്. ഏകരാട്ട്, ഏകനായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവനും, സുപ്തശക്തി, സുപ്ത എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ലയിക്കുക, ഉറക്കം എന്നാണ് വാക്കിൻ്റെ അർത്ഥം വരിക. ഇവിടെ ലയിക്കുക എന്നർത്ഥ സാന്ദർഭികമാണ്. സുപ്തശക്തി, ലയിച്ചിരിക്കുന്ന ശക്തിയോട് കൂടിയവനും, അസുപ്തദൃക്ക്, ലയിക്കാത്ത അറിവോട് കൂടിയവനും, ദ്രഷ്ട, ദർശിക്കുന്നവനും ആയിരുന്ന സയേവ. നാ പശ്യത് ദൃശ്യം ഏകരാട്ട്, സുപ്തശക്തി അസുപ്തദൃക്ക്. ലയിച്ച ശക്തിയാണ് സുപ്തശക്തി. അസുപ്തദൃക്ക് എന്ന് പറഞ്ഞാലോ, അസുപ്തദൃക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് എല്ലാ പ്രപഞ്ചവും പ്രളയകാലത്തിൽ ഭഗവാനിൽ ലയിക്കുമെങ്കിലും ഭഗവാന്റെ അറിവ് ഒന്നിലും ലയിച്ചില്ലാതാവില്ല. അതിനാണ് എന്ത് പറയുക, അസുപ്തദൃക്ക് എന്ന് പറയുക. ലയിക്കാത്ത അറിവോടുകൂടിയ, ദൃക്ക് എന്ന് പറഞ്ഞാൽ അവിടെ അറിവാണ്, കണ്ണ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ദൃക്ക് ഇവിടെ അറിവുകൊണ്ട് കാണുക എന്നുള്ള നിലയ്ക്ക് അവിടെ അറിവ് എന്ന് വെച്ചിരിക്കുകയാണ്. അസുപ്തദൃക്കാണ്, രസുപ്തല്ല, അസുപ്തദൃക്ക്. എന്താ അസുപ്തദൃക്ക്? നശിക്കാത്ത ജ്ഞാനം, ഒരിക്കലും നശിക്കാത്ത ജ്ഞാനത്തോടു കൂടിയ ഭഗവാനിൽ എല്ലാം ലയിക്കുന്നു. ദ്രഷ്ട, ദർശിക്കുന്നവനായ സയേഷ അവൻ, ആത്മാനം അസന്തം ഇവ, ആത്മാവിനെ തന്നെ ഇല്ലാത്തവൻ എന്ന പോലെ വിചാരിച്ച് ദൃശ്യം, കാണത്തക്കതിനെ കണ്ടതും ഇല്ല. സൃഷ്ടിക്ക് മുമ്പേ ഉള്ള കഥയാണ് ഇപ്പോൾ പറയണത്. ജ്ഞാനം സ്വരൂപനായിട്ടുള്ള തൻ്റെ അറിവിന് ഒന്നും തന്നെ വിഷയമല്ലാത്തതായിട്ടില്ല, ഭഗവാൻ അറിയാത്തതായിട്ടൊന്നും ഇല്ല. അപ്പോൾ അറിവിൽ നശിക്കാത്ത ഭഗവാൻ, അറിവ് പരിപൂർണനായി എപ്പോഴും നിലകൊള്ളുന്ന ഭഗവാനിൽ ഈ പ്രപഞ്ചം ലയിച്ച ഒരവസ്ഥ സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയണത്. ആ ഭഗവാൻ ആനന്ദമാത്ര സ്വരൂപനാണ് എന്നും പറയാം. അപ്പോൾ അതിൽ ഭഗവാനിൽ എല്ലാ പ്രപഞ്ചവും ലയിച്ച് ഒരു ചലനവും ഇല്ലാതെ, ചലനമോ സൃഷ്ടിയോ ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ ആദ്യമായിട്ട് പറയണത്. സവ ഏഷ തഥാ ദൃഷ്ട നാ പശ്യത് ദൃശ്യമേകരാട് മേനെ സന്തമിവ ആത്മാനം സുപ്തശക്തി അസുപ്തദൃക്ക്. അസുപ്തദൃക്ക് നശിക്കാത്ത ജ്ഞാനത്തോടു കൂടിയ ഭഗവാൻ എന്നർത്ഥം. തന്നിലെല്ലാം ലയിച്ച് പരമാനന്ദ സ്വരൂപിയായിട്ട് അങ്ങനെ സൃഷ്ടിക്ക് മുമ്പേ നിലകൊണ്ടു. സ വാ ഏതസ്യ സംദ്രഷ്ടു ശക്തി സരസദാത്മിക മായാ നാമ മഹാഭാഗ ഏതം നിർമ്മമേ വിഭു. സൃഷ്ടിക്കായിക്കൊണ്ട് ഇതൊന്നും സൃഷ്ടിക്കാത്ത കാലത്ത് എന്ത് ചെയ്തു? മായയാണ് ആദ്യം സൃഷ്ടിച്ചത്, എന്നിട്ടേ സൃഷ്ടി സാധ്യമാവുള്ളൂ. അപ്പോൾ ഭഗവാൻ ഒന്ന് നോക്കി എന്നാണ്, ഒരു നോട്ടം എന്നതിനാണ് ഈക്ഷണക്രിയ എന്ന് പറയുക. ഇവൻ്റെ സദസദാത്മിക, സത്തും അസത്തും ആയിരിക്കുന്ന സ വാ ശക്തി, ആ പ്രസിദ്ധമായ ശക്തി, ഭഗവാന്റെ മായാശക്തി, മായാനാമ വിഭു, മായയെ സൃഷ്ടിച്ചു. ആദ്യം സൃഷ്ടിച്ചത് എന്താ ചോദിച്ചാൽ മായ. സ വാ ഏതസ്യ സംദ്രട്ടു ശക്തി സദസദാത്മിക, സത്തായിട്ടും അസത്തായിട്ടും ഉള്ള ഈ പ്രപഞ്ചത്തിനെ പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. എന്താ ഈ സത്തും അസത്തും? അസത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം പഞ്ചഭൂതാത്മകമായ ശരീരം മാത്രമായിട്ടുള്ള അവസ്ഥ. ചുരുക്കം പറയാച്ച ലോകം 14 മൈനസ് ഈശ്വരനാണ് അസത്ത്. അത് കൂടെ സത്ത് കൂടുന്നു, അപ്പോഴാണ് പ്രപഞ്ചം ചലിക്കുന്നത്. അത് ചലിക്കില്ല.
അത് സത്വമുണ്ട് അസത്വമുണ്ട്, ലോകത്ത് രണ്ടുമുണ്ട്. അസത്താണെന്ത്? ശരീരം. സത്താണെന്ത്? അതിൻ്റെ ഉള്ളിലത്തെ ജീവൻ. ഒന്നല്ല. ആകെ അത് മനസ്സിലാക്കല ആത്മീയം. ശരീരവും ശരീരത്തിൻ്റെ ഉള്ളിലത്തെ ജീവനും ഒന്നല്ല. അത് രണ്ടും ചേർന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനായി കൊണ്ട് ഭഗവാൻ മായ നാമ നിർമ്മമേ, മായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശക്തിയെ ആദ്യമായിട്ട് സൃഷ്ടിച്ചു. വളരെ യുക്തിയുക്തമാണ്. കാരണം ആ മായ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ള ഈശ്വരനെ അറിയാതെ ഇല്ലാത്ത പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന തോന്നലുണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ട് എന്ന തോന്നലുണ്ടെങ്കിലേ പ്രപഞ്ചത്തിന് അർത്ഥമുള്ളൂ. മായ ആവശ്യമാണ്. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പു എന്നും ചിലർ. സംസാരവും ഇല്ല, മായയില്ല, അജ്ഞാനവും ഇല്ലെങ്കിൽ പ്രപഞ്ചമേ ഇല്ല. അത് പറ്റില്ലല്ലോ. അപ്പോൾ പ്രപഞ്ചം ഉണ്ട് എന്ന് തോന്നുന്ന ഒരു മായ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സൃഷ്ടികർത്താവിന് അനിവാര്യമാണ്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ? മായ തന്നെയാണ്. ആ മായ ഉണ്ടെങ്കിൽ എന്തുള്ളൂ? പ്രപഞ്ചമുണ്ട് എന്ന തോന്നൽ അജ്ഞാനികൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. സാ വാ ഏതസ്യ സംദൃഷ്ടു ശക്തി സദസദാത്മികമായ നാമ മഹാഭാഗ. മഹാഭാഗ സംബോധനയാണ്. ഏതം നിർമ്മമേ വിഭു കാലവൃത്യാതു മായായാങ്കുണമയ്യാമതോക്ഷജ പുരുഷേണാത്മഭൂതേന വീര്യമാദത്ത വീര്യവാൻ. അതോക്ഷജ ഇന്ദ്രിയ ഭഗവാൻ. അതോക്ഷജ ഭഗവാന്റെ വേറൊരു പേരാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തമെന്നാണ് അർത്ഥം വരിക. കാലവൃത്യാതു കാലവ്യാപാരത്താൽ ഗുണമയ്യാം ഗുണസ്വരൂപിണിയായ മായയിൽ ആത്മഭൂതേന ആത്മാവിൻ്റെ അംശമായ പുരുഷനെ കൊണ്ട് വീര്യമുള്ളവനായ ഈശ്വരൻ വീര്യത്തെ ആധാനം ചെയ്തു. എപ്രകാരം പുരുഷൻ സ്ത്രീയിൽ വീര്യത്തെ ആധാനം ചെയ്ത് സൃഷ്ടി നടത്തുന്നുവോ, സന്താന സൃഷ്ടി നടത്തുന്നുവോ, അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മായയിൽ പുരുഷൻ സൃഷ്ടി ചെയ്തു. സ്ത്രീ എപ്പോഴും മായയുടെ പ്രതീകവും പുരുഷൻ ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആത്മീയത്തിൽ പറയുക. അപ്പോൾ മായയാകുന്ന തീ പുരുഷനെ എന്ത് ചെയ്തു? ഭഗവാൻ ബീജത്തെ നിക്ഷേപിച്ചു. അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്. പ്രതീകാത്മകമാണ് വിവരണം. മായയും ഭഗവാനും ചേർന്നപ്പോഴാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് തതോ ഭവൻ മഹത്തത്വം അവ്യക്താത് കാലജ്യോതിതാത് വിജ്ഞാനാത്മാത്മദേകർത്തം വിശ്വം വ്യഞ്ജൻ തമോനുദ. അങ്ങനെ മായയോട് കൂടിയിട്ട് ഭഗവാൻ യോജിച്ചപ്പോൾ പ്രപഞ്ചമുണ്ടായി. ആദ്യം ഉണ്ടായതെന്താ? മഹത്തത്വം. കാലചോദിതാൻ, കാലത്താൽ ചോദിക്കപ്പെട്ട അവ്യക്തത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി. ലോകത്തിൽ സൃഷ്ടിക്രമം ക്രമത്തിൽ പറയുമ്പോൾ ആദ്യം ഉണ്ടായത് എന്താ? മഹത്തത്വമാണ്. അതാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് ബാക്കി എല്ലാം ഉണ്ടായത്. ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്. കപിലോപദേശത്തിലും പറയും, ഏകാദശത്തിലൊക്കെ പറയണ്ടേ മഹത്തത്വം സൃഷ്ടിച്ചു. അതൊരു വിത്താണ്. അതിലെല്ലാം അടങ്ങുന്നുണ്ട്. മഹത്തത്വത്തിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം ബാഗ് ഉണ്ടായ പിന്നെയാണ് ബാഗ് തുറക്കണത് എന്നർത്ഥം. ഒരു ബാഗാണ് ഉണ്ടാക്കി, ആ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുകയാണ്. വിജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയതും തമോനുത ഇരുട്ടിനെ നശിപ്പിക്കുന്നതുമായ ആ തത്വം ഭഗവാന്റെ സ്വരൂപമായതുകൊണ്ട് അത് ജ്ഞാനസ്വരൂപമായിട്ട് ഉപമിച്ചു, വിശേഷിപ്പിച്ചു. മഹത്തത്വം അവ്യക്തത്തിൽ നിന്ന് മഹത്തത്വം. ഇതിൻ്റെയൊക്കെ പ്രേരകശക്തിയായിട്ട് കാലം ആണ്. കാലചോദിതാത്. എന്താണ് മഹത്വത്തിൻ്റെ പ്രത്യേകത? വിജ്ഞാനാത്മാത്മദേഹത്വം. വിജ്ഞാനസ്വരൂപമാണ് മഹത്വത്വം. വിശ്വം വ്യഞ്ജൻ തമോനുത. അങ്ങനെ ലോകത്തെ സൃഷ്ടിച്ചു. അങ്ങനെ മഹത്വത്വം ഇട്ടിച്ചു. ഉണ്ടായത് മായ. ആ മായയിൽ ഭഗവാൻ യോജിച്ചു, ബീജം ആധാനം ചെയ്തു. അപ്പം എന്തുണ്ടായി? മഹത്വത്വം ഉണ്ടായി. ആ മഹത്വത്തിൽ നിന്ന് ബാക്കി സൃഷ്ടിയെല്ലാം ഉണ്ടായി എന്ന് ഓരോന്നായിട്ടിങ്ങനെ വർണ്ണിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.